കള്ള് സപ്ലൈ ചെയ്യുന്നവരില്ലേ, മുതലാളിമാരെ കൂട്ടത്തിൽ ബാർ അറ്റാച്ച്ഡ് ആയിട്ട് അതാ വലിയ ഹോട്ടൽ നടത്തി പണം സമ്പാദിക്കുന്ന മുതലാളിമാരില്ലേ, ബാറ് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന മുതലാളിമാരില്ലേ, അതിൽ സ്വകാര്യത്തിൽ നടത്തുന്നവരുമില്ലേ, അല്ല പരസ്യമായി നടത്തുന്നവരുമില്ലേ, വലിയ വലിയ ഹോട്ടലുകൾക്ക് ഷെയർ ചേർന്നിട്ട് ഹറാമോ ഹലാലോ എന്ന് ചിന്തിക്കാതെ വലിയ കോടീശ്വരനാകാമെന്ന് ചിന്തിക്കുന്ന മുതലാളിമാരില്ലേ. ഓ മോനെ, കള്ള് വിൽക്കുന്നുണ്ടോ അവിടെ, കള്ള് സപ്ലൈ ചെയ്യുന്നുണ്ടോ അവിടെ, നീ എത്ര വലിയ പണക്കാരനാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്തു പോയി കേട്ടോ. ലഅനല്ലാഹുൽ ഖംറ, കള്ളിനെ അല്ലാഹു ലഅനത്ത് ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അല്ലാഹു ലഅനത്ത് ചെയ്തു എന്നാണ്. എന്നിട്ട് പിന്നെയും പറഞ്ഞു സാരിബഹ, കള്ള് കുടിക്കുന്നവരെയും ലഅനത്ത് ചെയ്തു, അത് കുടിപ്പിക്കുന്നവരെയും ലഅനത്ത് ചെയ്തു. വബായിഹ, അത് വിൽക്കുന്നവരെയും ലഅനത്ത് ചെയ്തു. ഹോട്ടലിൽ ജോലി എടുത്തിട്ട് കള്ള് സപ്ലൈ ചെയ്യുന്ന ജോലി ഏറ്റെടുക്കുന്നവരില്ലേ, ഓ ചെറുപ്പക്കാരെ, മറ്റെന്തെങ്കിലും ജോലി കിട്ടുമെങ്കിൽ നിങ്ങൾ എന്തിനീ ജോലിക്ക് പോകണം? നിങ്ങൾക്ക് ആ ജോലിയൊന്നും ഒഴിവാക്കിയിട്ട് ഹലാലായ ജോലി എടുത്തുകൂടെ? വളരെ നന്നായി ശ്രദ്ധിക്കണം. അത് കുടിപ്പിക്കുന്നവരെയും അല്ലാഹു ലഅനത്ത് ചെയ്തു. കള്ള് വിൽക്കുന്നവരെയും ലഅനത്ത് ചെയ്തു. അത് കൊള്ളുന്നവരെയും ലഅനത്ത് ചെയ്തു. അതുണ്ടാക്കുന്നവരെയും ലഅനത്ത് ചെയ്തു. അത് പിയാനുള്ള വസ്തു കൊടുക്കുന്നവരെയും ലഅനത്ത് ചെയ്തു. കള്ള് ചെത്താൻ വേണ്ടി ചെന്നു കൊടുക്കുന്നവരില്ലേ, അവർക്കും ലഅനത്ത് തന്നെ. കള്ളതാ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ചില ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ചിലപ്പോൾ ചില ആളുകളെ തൃപ്തി കിട്ടാൻ വേണ്ടി, ചില ഒത്തുവാകാൻ വേണ്ടി, ചിലരിൽ സ്വാധീനം കിട്ടാൻ വേണ്ടി കള്ള് കുടിപ്പിക്കുന്ന ചില ആളുകളില്ലേ, ദുന്യാവിലെ സ്ഥാനമാനം കിട്ടാനും ദുന്യാവിലെ കാര്യം ശരിയാകാനും കള്ള് കുടിപ്പിക്കുന്നവരില്ലേ. മോനെ, അത് കൊണ്ടുവരുന്ന നിന്നെയും അല്ലാഹു ലഅനത്ത് ചെയ്തു. അതാരിലേക്ക് കൊണ്ടുവരപ്പെടുന്നുണ്ടോ അവരെയും അല്ലാഹു ലഅനത്ത് ചെയ്തു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അപ്പൊ സമ്പാദിക്കുന്ന ധനം എങ്ങനെയെന്ന് ചിന്തിക്കണം. അതുകൊണ്ടല്ലേ സഹോദര, ഞാൻ പറയട്ടെ, ചിന്തിക്കുന്നവരൊക്കെ ഇപ്പോഴുമുണ്ട്, ആഖിറം ചിന്തിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. ഇന്ന് എന്നെ UAE യിൽ നിന്നൊരാൾ ടെലിഫോൺ ചെയ്തു. ഞാൻ എന്റെ തിരക്കുകൊണ്ട് അധികം ഫോണും ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടില്ല. കടയിൽ കുറെ സമയം ഞാൻ ഫോൺ പൂട്ടിയിട്ടതുമാണ്. പക്ഷെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഫോൺ ചെയ്ത് ഞാൻ നമ്പർ കണ്ടപ്പോൾ, അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ എടുത്തു. ഈ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മസ്കര ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, മലപ്പുറം ജില്ലയിൽ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് എനിക്ക്. ആ ബിൽഡിംഗ് ബാങ്കിന് വാടകയ്ക്ക് കൊടുക്കാൻ കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നല്ല വാടക വരും ഉസ്താദേ, അത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഞാനാണെങ്കിൽ കൊടുക്കൂല. ഉടനെ അദ്ദേഹം പറഞ്ഞു, എന്നാ ഞാൻ തീരെയും കൊടുക്കൂല. സുബ്ഹാനല്ലാഹ്, അതാണോ ഈമാൻ, അതാണ് തഖ്വ. പണം സമ്പാദിച്ചാ പോരാ, സമ്പാദിക്കുന്നത് ഏത് വഴിയിലാണെന്ന് ആലോചിക്കണം. പലിശയുടെ ഇടപാട് നടക്കുന്നതിന് വാടകയ്ക്ക് കൊടുത്തിട്ടല്ലല്ലോ സമ്പാദിക്കേണ്ടത്. ഇതുകൊണ്ടല്ലേ മഹാനായ കീഴ ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, ഈ നാദാപുരത്ത് തന്നെയുള്ള ആളുകളല്ലേ ചെന്ന് ചോദിച്ചത്, ബാങ്കിന്റെ വാടക കൊടുക്കാൻ, ബിൽഡിംഗ് വാടക കൊടുക്കാൻ സമ്മതം ചോദിച്ചത്. ബഹുമാനപ്പെട്ടവർ പലരും കൊടുത്ത വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ അവസാനം ചോദിച്ചു, അല്ല എന്നാ പിന്നെ ഞങ്ങൾ കൊടുക്കട്ടെയോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്നോട് ചോദിച്ചിട്ട് കൊടുക്കാനാണോ വന്നത്? എന്നാ ഞാൻ കൊടുക്കണ്ട എന്നാ പറയാ. പിന്നെ അവർ ഇന്ന് വരെ കൊടുത്തിട്ടില്ല കേട്ടോ. അവർ ഇന്നും ജീവിച്ചിരിപ്പില്ലേ നമ്മുടെ നാട്ടില്? സഹോദരന്മാരെ, അവരല്ലേ ആലിമീങ്ങള്, അവരല്ലേ വിവരമുള്ളവര്, അവരല്ലേ സൂക്ഷ്മതയുള്ളവര്, അവരെ പിന്തുടർന്നല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. ഞാൻ അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. ആകയാൽ ഹറാമായ വഴിയിലൂടെ ഒരു നയാകാശം വന്നുപോകാതെ ജീവിതം ക്ലിയറാക്കി ജീവിക്കാൻ ശ്രമിക്കണം. സുബ്ഹത്തുകൾ തന്നെ സംശയമുള്ളത് തന്നെ കൈയൊഴിക്കണമെന്നല്ലേ? അതല്ലേ സംശയമില്ല, സംശയമുള്ള കാര്യങ്ങൾ ഒഴിച്ചു വെച്ചാലേ നിനക്ക് തഖ്വയുള്ളൂ. അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ഒരാൾ മുത്തഖിയാണെന്ന് പറയുന്നത് എപ്പോഴാണ്? അതാ തകരാറില്ലാത്ത കാര്യം തന്നെ. തകരാറുണ്ടാകുമെന്ന് സംശയിച്ചാൽ ചെയ്യരുത്. അങ്ങനത്തെ രോഗം വരുമ്പോഴാണ് ഒരാൾ മുത്തഖിയാകുന്നത്. എന്നാൽ പിന്നെ ഹറാമായ കള്ളും ഹറാമായ പലിശയുമായി ബന്ധപ്പെട്ടത് പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇനി സഹോദരന്മാരെ, ഇതിന്റെ മറ്റൊരു വശം പറയാനുണ്ട്. സമയമില്ല, ഞാൻ വളരെ ചുരുക്കി പറയുന്നു. എല്ലാരെയും അല്ലാഹു മുതലാളിയായിക്കൂടെ? എല്ലാരെയും അല്ലാഹു മുതലാളിയാക്കൂല. എല്ലാരെയും അല്ലാഹു തന്നെ ഡോക്ടറാക്കൂല.
എല്ലാരെയും അള്ളാഹു തആല മരുന്ന് അറിയുന്നവരാക്കൂല, എല്ലാരെയും അള്ളാഹ് പണ്ഡിതനാക്കൂല, എല്ലാരെയും അള്ളാഹ് എഞ്ചിനീയർ ആക്കൂല, അള്ളാഹു എല്ലാരെയും വക്കീലാക്കൂല, എല്ലാരെയും ജഡ്ജിയാക്കൂല, എല്ലാരെയും രാജാവാക്കൂല, എല്ലാരെയും പോലീസാക്കൂല. എല്ലാരെയും ഇങ്ങനെ ഓരോന്നാക്കിയാ പിന്നെ മറ്റുള്ളവർക്ക് ഇവിടെ ലോകം ഉണ്ടാവൂല. ലോകം നടക്കണമെങ്കിൽ എല്ലാ കൂട്ടത്തിലും ആളുകളും എല്ലാവരും മുതലാളിയായാലും മുതലാളിന്റെ ബിൽഡിംഗ് പിന്നെ ആരാ പെയിന്റ് ചെയ്യാ, പിന്നെ ആരാ അടിച്ചു വാരുക? സുബ്ഹാനല്ലാഹ്. എല്ലാവരും മുതലാളിയായാലും പിന്നെ ബാക്കിയുള്ള സംഗതികൾ നടക്കുക. അപ്പൊ എല്ലാവരും ഒരുപോലെ ആവൂല. ആരോഗ്യമുള്ള ഇല്ലാത്തവൻ, ഡോക്ടർ, രോഗി, എഞ്ചിനീയർ, പണിയെടുപ്പിക്കുന്നവര്, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോരുത്തർ. വിവരം അങ്ങനെ തന്നെ, എല്ലാ വിവരവും ഒരാൾക്ക് ഉണ്ടാവില്ല. എഞ്ചിനീയർക്ക് ഭയങ്കര വിവരം. എന്ത് ഈ ബിൽഡിങ്ങിന് ഈ രൂപത്തിലുണ്ടാക്കുമ്പോ എത്ര ചട്ടിപ്പൂഴിയാണ് ഒരു ചട്ടി സിമെന്റിന് വേണ്ടത്, അയാൾക്ക് ഭയങ്കര വിവരമാണ്. പക്ഷെ അയാൾക്ക് രാവിലെ കുടിക്കേണ്ട മരുന്ന് അതിൽ എത്ര തുള്ളി വെള്ളം ചേർക്കേണ്ടത് മൂപ്പർക്കറിയൂടാ. അത് ഡോക്ടർ പറയണം. ആ മരുന്നിൽ ഇത്ര തുള്ളി വെള്ളം ചേർക്കണം, അത് ഡോക്ടർ പറയണം. ഡോക്ടർ എടുക്കുന്ന ആശുപത്രി, ആ ആശുപത്രിയുടെ കമ്പി പില്ലറിന് എത്ര എടുക്കേണ്ടത് മൂപ്പർക്കറിയില്ല. എന്നാൽ ഈ ഡോക്ടറും എഞ്ചിനീയറും തമ്മിൽ ഒരു പ്രശ്നം വന്നാലോ കേസിന്റെ വാചകം എങ്ങനെ ഉണ്ടാക്കേണ്ടത് മൂപ്പർക്ക് ഉണ്ടാക്കാറുള്ളൂ. അതിന് വക്കീൽ വേണം, എല്ലാവരും വേണം ലോകത്ത്. അങ്ങനെയാണ് അല്ലാഹു ജല്ല ജലാലുഹു ലോകം വെച്ചത്. വയനാട്ടുകാർക്ക് കാപ്പി, പാലക്കാട്ടുകാർക്ക് നെല്ല്. എന്നിട്ടോ കാപ്പി വിൽക്കുക, പൈസ ഉണ്ടാക്കുക, പാലക്കാട്ടുകാരെ നെല്ല് വാങ്ങുക, പാലക്കാട്ടുകാരെ നെല്ല് വിൽക്കുക, പൈസ ഉണ്ടാക്കുക, അതിന്റെ കാപ്പി വാങ്ങുക. അങ്ങനെ എല്ലാവരും പരസ്പരം സഹകരിക്കണം, എല്ലാവരും പരസ്പരം സഹകരിക്കണം. മനുഷ്യന്റെ ജീവിതം അല്ലാഹു അങ്ങനെയാ വെച്ചത്. പണ്ഡിതന്മാര് അവര് മറ്റുള്ളവർക്ക് ഇൽമ പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവര് ഇൽമ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം, അവർക്ക് പ്രചോദനം നൽകണം, അവർക്ക് ഒത്താശ ചെയ്യണം, അവരുടെ പിന്നാലെ ദീനീ പ്രവർത്തനത്തിന് പിൻബലം നൽകണം. അങ്ങനെ ഓരോരുത്തരും പരസ്പരം സഹകരിച്ചുകൊണ്ട് ലോകത്ത് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും പ്രവർത്തനം സഹകരണത്തിലൂടെ നടത്തണമെന്നാണ് ഈ ലോകത്ത് അല്ലാഹുവിന്റെ നിയമം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, എല്ലാവരെയും അല്ലാഹു പണക്കാരാക്കിയില്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്. നമ്മൾ അവരുടെ മഈശത്തിനെ ഓഹരി ചെയ്തിരിക്കുന്നു നബിയേ. ഫിൽ ഹയാത്തിദ് ദുനിയാ, ദുന്യവിയായ ജീവിതത്തിൽ അവരുടെ മഈശത്തിനെ നമ്മൾ ഓഹരി ചെയ്ത് കൊടുത്തിരിക്കുന്നു. എല്ലാരെയും ഒരുപോലെ ആക്കിയിട്ടില്ല. വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്. ചിലർക്ക് നമ്മൾ കൂടുതൽ കൊടുത്തിരിക്കുന്നു, ചിലർക്ക് അത്ര നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷേ ചിന്തിക്കാത്ത മനുഷ്യൻ അതാ ചിലപ്പോ വലിയ പണക്കാരനാകുന്നു, പാവപ്പെട്ടവനെ പരിഹസിച്ചു പോകുന്നു. അവൻ കണ്ണുകൊണ്ട് അവൻ എടുത്തെറിയുന്നു, അവൻ പരിഹസിക്കുന്നു. പറ്റൂല മോനെ, കൊടുത്തത് നിനക്ക് തന്നതല്ല, അവന് കൊടുക്കാൻ റബ്ബിന്റെ അടുക്കലില്ലാഞ്ഞിട്ടല്ല, നിന്നെ പരീക്ഷിക്കുകയാണ്. ഇല്ലാത്തവരുള്ളവരെ പരിഹസിക്കുന്ന, ഉള്ളവരെ ഇല്ലാത്തവരെ പരിഹസിക്കുന്ന നിലവാരത്തിലേക്ക് മനുഷ്യൻ അതപ്പതിച്ചു പോയി. അതിങ്ങനെ കൊടുത്തപ്പോഴുണ്ടായ ചില സംഭവ വികാസങ്ങളാണ്. എന്നിട്ടല്ല പറയുന്നു, വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. പക്ഷേ എന്ത് സമ്പാദിച്ചാലും എല്ലാത്തിലും വലുത് അല്ലാഹുവിന്റെ റഹ്മത്താണ് കേട്ടോ. അവന്റെ ഏറ്റവും വലിയ റഹ്മത്ത് അത് ഈമാനാണ് ചെറുപ്പക്കാരെ, അമലാണ് ചെറുപ്പക്കാരെ, അത് ഹിദായത്തിന്റെ വെളിച്ചമാണ് മുതലാളിമാരെ, അത് ഇൽമും തഖ്വയുമാണ് മുതലാളിമാരെ. അത്ര വലിയൊരു റഹ്മത്ത് വേറെയില്ല. ഇതല്ലാർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ്. നമ്രൂദിനും കൊടുത്തിട്ടുണ്ട്, ഖാറൂനിനും കൊടുത്തിട്ടുണ്ട്, ഹാമാനിനും കൊടുത്തിട്ടുണ്ട്, അമേരിക്കയുടെ പ്രസിഡന്റിനും കൊടുക്കുന്നുണ്ട്, ഏത് കക്ഷിക്കും കൊടുക്കുന്നുണ്ട്. അതല്ലേ ഇത്താഴ്ന്ന സാധനം. പക്ഷേ ഈമാനും തഖ്വയും ഹിദായത്തും അത് അല്ലാഹ് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്നതല്ലേ. അതേ ദീനിന്റെ നാഫിയായ ഇൽമ് അത് അല്ലാഹ് പ്രിയം വെച്ചവർക്ക് കൊടുക്കുന്നതല്ലേ. അതാണ് ഏറ്റവും വലിയ റഹ്മത്ത് കേട്ടോ. എല്ലാവരെയും ഒരുപോലെ അല്ലാഹ് ആക്കിയിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു ലോകത്തെ പഠിപ്പിക്കുന്ന ഒരാശയം എന്താണ്? എത്രയോ ആയത്തുകളിൽ ഇക്കാര്യം പറയുന്നുണ്ട്. അല്ലാഹു ഉദ്ദേശിക്കുന്ന ചിലർക്ക് അല്ലാഹു തആല വല്ലാതെ വിശാലത ചെയ്യും, ചിലർക്ക് അല്ലാഹു തആല ഇടുക്കവും കൊടുക്കും. ആ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഓ ജനങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ
മിൻ തയ്യിബാതി മാ റസഖനാകും, നിങ്ങൾ കഴിച്ചോളൂ, ഉപയോഗിച്ചോളൂ നമ്മൾ തന്ന നല്ലതിൽ നിന്ന്. വസ്കുറൂ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്യണേ. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുന്ന മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്യണേ. ആ നന്ദി എന്തുകൊണ്ടാണ്? പ്രബലന്മാർ ദുർബലന്മാരെ സഹായിക്കലുകൊണ്ടാണ്. പ്രബലന്മാർ ദുർബലന്മാരെ സഹകരിക്കലുകൊണ്ടാണ്. അതാണ് ഖുർആനിൽ അല്ലാഹ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, മോനെ യഥാർത്ഥ പുണ്യം എന്താണ്? പുണ്യം കിഴക്കും പടിഞ്ഞാറും തിരിയലാണെന്നോ നീ ധരിച്ചത് അല്ല. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ശരിയായ പുണ്യം അത് വിശ്വസിച്ച മഹാവിശ്വാസമുള്ള മനുഷ്യന്റെ പുണ്യമാണ്. ഏത്? അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം, വൽ യൗമിൽ ആഖിർ അന്ത്യനാളിലുള്ള വിശ്വാസം, വൽ മലായികതി വൽ കിതാബി വൻ നബിയീന, മലക്കുകളിലും കിതാബുകളിലും നബിമാരിലുമുള്ള വിശ്വാസമുള്ളവർ, അവരുടെ പുണ്യം. വഅതൽ മാല അലാ ഹുബ്ബിഹി ദിൽ ഖുർബാ, അവന്റെ സമ്പത്തത അവൻ കുടുംബക്കാർക്ക് കൊടുക്കുന്നു. അവന്റെ കുടുംബത്തിൽ പാവത്തില്ലേ അവർക്ക് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ചിലർക്കൊരു ധാരണയാണ് യതീം കുട്ടികൾക്ക് തന്നെ കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ അതാ പള്ളിക്കും മദ്രസക്കും തന്നെ കൊടുക്കണമെന്ന്. പള്ളിക്കും മദ്രസക്കും കൊടുക്കണം, യതീമുകൾക്ക് കൊടുക്കണം, അത് വേണ്ടെന്ന് പറയുന്നവനല്ല ഞാൻ. പക്ഷേ ഞാൻ പറയട്ടെ, അവനവന്റെ കുടുംബത്തിലുള്ള സാധുക്കളെ പരിഗണിച്ചു കൊടുക്കണം. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. ശരിക്കും നിങ്ങൾ ചിന്തിക്കൂ. അതാ കുടുംബക്കാർക്ക് നൽകണം. കുടുംബക്കാർക്ക് കൊടുക്കണം. ഉമ്മമാരെ, ഭർത്താവ് കുടുംബത്തിൽപ്പെട്ട ആളുകളെ, പെങ്ങന്മാരെ സഹായിക്കുമ്പോ, അനുജന്മാരെ സഹായിക്കുമ്പോ, ജേട്ടന്മാരെ സഹായിക്കുമ്പോ, കുടുംബത്തിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കുമ്പോ ആ ഭർത്താവ് കൊടുക്കുന്നത് മുടക്കാൻ ഉമ്മമാരെ നിങ്ങളെ നാവ് ചെലവഴിക്കല്ലേ. ഭർത്താവ് കുടുംബത്തിലുള്ള പാവപ്പെട്ടവരെ സംരക്ഷിക്കുമ്പോ അതിനെതിരെ സംസാരിക്കുന്ന നാവായിട്ട് നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ കൊടുങ്ങല്ലേ ഉമ്മമാരെ. നിങ്ങൾ അതിന് പ്രചോദനം നൽകുക, നിങ്ങൾ അതിന് കൂടുതൽ പ്രചോദനം നൽകുക. നീ അല്ലാഹുവിന്റെ ഖജനാവിൽ ധാരാളമുണ്ടെന്ന് ചിന്തിക്കുക. പിന്നെ അല്ലാഹു പറയുന്നു, വൽ യതാമ, അനാഥകൾക്കും കൊടുക്കണം, വൽ മസാകീൻ, അഗതികൾക്കും കൊടുക്കണം. ഞാൻ മുമ്പ് ഇവിടെ പ്രസംഗിച്ചപ്പോ ധനവും ധർമ്മവും എന്ന വിഷയം അവതരിപ്പിച്ചപ്പോ വിശദമായി ഞാനതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. യതീമിന് കൊടുക്കണമെന്ന് എവിടെ പറഞ്ഞു? അവിടെയെല്ലാം അഗതികൾക്ക്, സാധുക്കൾക്ക് കൊടുക്കണമെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ബാപ്പ മരിച്ചവർക്ക് മാത്രം കൊടുത്താൽ പോരാ. ലോകമൊട്ടാകെ യതീംഖാനകളാണ്. ഓരോ പഞ്ചായത്തിൽ 2-3 യതീംഖാന. എന്റെ യതീം കുട്ടികളെ കിട്ടാതെ കുടുങ്ങാണ് കമ്മിറ്റിക്കാര്. ഓ മനുഷ്യ, യതീമിന്റെ പേരിൽ സമ്പാദിച്ചുണ്ടാക്കിയിട്ട് യതീമല്ലാത്ത മക്കളെ കൊണ്ട് തിന്നിച്ച നീയും തിന്ന കുട്ടിയും തീറ്റിച്ച രക്ഷിതാവും കമ്മിറ്റിക്കാരനും യതീമിന് കൊടുക്കാൻ നേർച്ചയാക്കിയിട്ട് യതീമല്ലാത്തവരെ കൊണ്ട് തിന്നിച്ചവരും എല്ലാരും അല്ലാഹുവിന്റെ കോടതിയിൽ കുടുങ്ങിയില്ലേ? അതുകൊണ്ട് തന്നെ ശരിക്കും ആലോചിച്ചോളണം. യതീംഖാന നടത്തുന്നവരും ആലോചിച്ചോളണം, ഏത് കമ്മിറ്റി നടത്തുന്നവരും ആലോചിച്ചോളണം. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? യതീമിന്റെ പ്രത്യേകം അക്കൗണ്ട് ആയിരിക്കണം, പ്രത്യേകം കണക്കായിരിക്കണം. അത് യതീമല്ലാത്തവർക്ക് തിന്നാനോ കുടിക്കാനോ മറ്റെന്തെങ്കിലും കൊടുക്കാനോ പാടില്ല. ആ നിയമം പ്രത്യേകം പാലിച്ചിരിക്കണം. ഇരിക്കട്ടെ, യതീമിന് മാത്രം കൊടുത്താൽ പോരാ. ഖുർആൻ പറയുന്നു, വൽ മസാകീൻ, സാധുക്കൾക്ക് നൽകണം, വബിന സബീൽ, വഴിയാത്രക്കാർക്ക് നൽകണം, വസായിലീൻ, യാചകന്മാർക്ക് നൽകണം, വഫിർ റിഖാബ്, അടിമത്തം മോചിപ്പിക്കാൻ വേണ്ടി നൽകണം. ഇങ്ങനെ കൊടുക്കുന്നവരുടെ പ്രവർത്തനത്തിലാണ് പുണ്യം. പിന്നെയും അല്ലാഹു പറഞ്ഞു, അഖാമ സ്വലാഹ്, നിസ്കാരം മുറക്ക് നിർവഹിക്കുന്നവരുടെ പ്രവർത്തനത്തിലാണ് പുണ്യം. വആത സകാത്ത്, സകാത്ത് കൊടുത്തു വീട്ടുന്നവരുടെ പ്രവർത്തനത്തിലാണ് പുണ്യം. വൽ മുഫൂന ബിഅഹ്ദിഹിം, കരാർ പാലിക്കുന്നവർ, ഉടമ്പടികൾ പാലിക്കുന്നവർ, ആ പാലിക്കുന്നവരുടെ പ്രവർത്തനത്തിലാണ് പുണ്യം. ഇദാ അഹദു, അവർ കരാർ ചെയ്താൽ, വസ്സാബിരീന ഫിൽ ബസ്സാഇ വല്ലറാ, സന്തോഷമുള്ള സമയത്ത് ക്ഷമിക്കുന്നവർ, അതുപോലെ തന്നെ വിഷമമുള്ള സമയത്ത് ക്ഷമിക്കുന്നവർ. ഒരു പരിപാടി നടത്തിയിട്ട് വമ്പൻ വിജയമായാൽ വല്ലാത്ത സന്തോഷം, അതേ സമയത്ത് ചെറിയൊരു പ്രശ്നം വന്നാൽ അപ്പോഴേക്ക് ഓടിപ്പോയി, അപ്പോഴേക്ക് തളർന്നുപോയി, അപ്പോഴേക്ക് മനസ്സ് വിഷമിച്ചുപോയി. പാടില്ല മോനെ. ഉഹദുമുണ്ട്, ബദ്റുമുണ്ട്, ഇസ്ലാമിൽ പല രംഗങ്ങളുമുണ്ട്. അപ്പൊ ഏത് സന്തോഷമുള്ള സമയത്തും ദുഃഖമുള്ള സമയത്തും
എവിടെയും ക്ഷമിച്ചു നിന്ന് പ്രവർത്തിക്കുന്നവനാകണം. വഹീനൽ ബഅസ്, അതാ പരിഞ്ഞ പോരാട്ടം നടക്കുന്ന സമയത്തും ക്ഷമിച്ചു നിന്ന് ദീനിന്റെ പ്രവർത്തനം നടത്തണം. ഉലൈകല്ലദീന സദഖൂ, അവരാണ് സത്യവാന്മാർ, അവരാണ് ഈമാനിൽ സത്യം പറഞ്ഞവർ. ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് ശരിയായ മുത്തഖീങ്ങൾ കേട്ടോ. പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഓ സഹോദരിമാരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എന്റെ ഉമ്മമാരോടൊന്ന് രണ്ട് കാര്യം പറയുന്നു. ഭർത്താവിന്റെ സമ്പത്ത് ഭർത്താവ് പൊരുത്തപ്പെടാത്തതിൽ ഉപയോഗിക്കരുത്, ഭർത്താവ് പൊരുത്തപ്പെടാത്തതിൽ എടുക്കരുത്. അപ്പൊ മക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രായം കുറഞ്ഞ മക്കൾ, ആ മക്കൾക്ക് ദൂർത്തടിക്കാൻ വേണ്ടി നിങ്ങൾ കാശ് കൊടുക്കരുത്. അത് ഭർത്താവ് അറിയാതെ ഞാനെങ്ങ് കൊടുത്താലോ എന്ന് ചിന്തിക്കുന്ന ഉമ്മമാരുണ്ടാകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന നല്ല കാര്യത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നത് പൊരുത്തത്തോടുകൂടിയാണെങ്കിൽ നല്ലത് തന്നെ. ധർമ്മം ചെയ്യുന്നത് വലിയൊരു സംഗതിയാണ്. പാപത്തിനെ കെടുത്തിക്കളയുന്ന സംഗതിയാണ് ധർമ്മം. തീയിനെ വെള്ളം കെടുത്തുന്നത് പോലെ ചെയ്തു പോയ ദോഷങ്ങളെ കെടുത്തിക്കളയുന്ന സംഗതിയാണ് ധർമ്മം. സുബ്ഹാനല്ലാഹ്, മദ്രസയിലെ മുഅല്ലിമീങ്ങൾക്ക് കുറച്ച് ചായ കൊടുക്കണമെന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, മദ്രസയിലെ മുഅല്ലിമാർക്ക് ഉച്ചക്കേത്ത ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ, രാത്രിയിൽ ഒന്ന് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, വീട്ടിൽ 1-ാം നമ്പർ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഉമ്മമാർ, ഞങ്ങൾക്കതിന് കഴിയില്ല എന്ന് പറയുന്ന ഒരു കാലമാണിത്. ഓ ഉമ്മമാരെ, നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾക്ക് പിന്നെ മലക്കുകളാണോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത്? നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾക്ക് ജിന്നുകളാണോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത്? എന്തേ ഒരു മുസ്ലിയാരെ ഒരു നേരത്തെ ഭക്ഷണത്തിനങ്ങ് വിളിക്കാൻ കമ്മിറ്റിക്കാര് പറയുമ്പോ തലതാഴ്ത്തി പോകുന്നത്? ശരിയുണ്ടോ സഹോദര, ശരിയുണ്ടോ സഹോദരി? സ്വന്തമൊന്ന് ചിന്തിച്ചു നോക്കണ്ടേ? അന്യനാട്ടുകാരായ മുഅല്ലിമീങ്ങൾക്ക്, അന്യനാട്ടുകാരായ പണ്ഡിതന്മാർക്ക് അവരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ കഴിയോ? എന്തേ അല്ലാഹു തആല നമുക്ക് തന്ന നിയമത്ത് മറന്നു പോകാൻ പാടുണ്ടോ? നൂറുകണക്കിന് മുതഅല്ലിമീങ്ങളെ പോറ്റിയ നാടല്ലേ നമ്മുടെ നാടുകൾ, നൂറുകണക്കിന് ആലിമീങ്ങളെ പോറ്റിയ നാടല്ലേ നമ്മുടെ നാടുകൾ. അത് വലിയ ബറക്കത്തുള്ള നാടല്ലേ? ഈ നാദാപുരവും പാറക്കടവും പേരോടും അതുപോലെ കല്ലാച്ചി പരിസരങ്ങളൊക്കെ ആലിമീങ്ങളെ സ്നേഹിച്ച നാടല്ലേ? ആലിമീങ്ങളെ പ്രിയം വെച്ച നാടല്ലേ? ആ പാരമ്പര്യം ഏത് കാലത്തും നിലനിർത്തി തന്നെ കൊണ്ടുപോകേണ്ടതില്ലേ? ഓ ഉമ്മമാരെ, നിങ്ങൾ പ്രചോദനം നൽകണം നിങ്ങളെ രക്ഷിതാക്കൾക്ക്. നമ്മക്കൊരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ എന്താണ്? ഞാൻ എന്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം, അതിൽ നിന്നൊരു ചെറിയ ഭാഗം നമ്മുടെ മദ്രസയിലെ മുസ്ലിയാർക്ക് കൊടുക്കൽ എനിക്ക് താല്പര്യമാണ് എന്ന് പറയാനുള്ള ഈമാൻ എന്റെ ഉമ്മമാരെ നിങ്ങൾക്കുണ്ടാകണം കേട്ടോ. കമ്മിറ്റിക്കാരായി 4-5 ആളുകൾ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോ അവരെ തലയിൽ വെച്ച് കെട്ടുന്നൊരു സ്വഭാവമില്ലേ? ആ സ്വഭാവം മാറ്റിയിട്ട് നാട്ടിലുള്ള എല്ലാവരും എല്ലാ സംഗതികളിലും അതാ നന്നായി സഹകരിച്ചുകൊണ്ടല്ലേ നമ്മുടെ പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും നടത്തേണ്ടത്. അതിനെല്ലാവരും അക്കാര്യം ആലോചിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. പക്ഷേ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സത്യമുണ്ട്. അവിടുന്ന് സത്യമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു വലിയ സത്യം അവിടുന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അതെന്താണ്? മോനെ, നീ എത്ര വാല് പറഞ്ഞിട്ടെന്താണ്? ഏത് കമ്മിറ്റിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടെന്താണ്? ഒരിക്കലും തന്നെ ബഖീലായ മനുഷ്യൻ കൊടുക്കൂന്ന് നീ പ്രതീക്ഷിക്കണ്ട. കാരണം ദാഹിക്കുന്ന മനുഷ്യന് തീയിൽ വെള്ളമില്ല കേട്ടോ. ദാഹിക്കുന്ന മനുഷ്യന് തീയിൽ നിന്ന് വെള്ളം കിട്ടൂല. കൊടുക്കുക എന്നത് മനസ്സിനുണ്ടാകുന്ന ഒരു പ്രത്യേകമായ സ്വഭാവമാണ്. അത് അല്ലാഹു തആല പ്രത്യേകം അനുഗ്രഹം കൊടുത്തവർക്കുള്ള ഒരു സ്വഭാവമാണ്. അവർക്ക് എപ്പോഴും കൊടുക്കൽ വലിയ സന്തോഷമാണ്. അത് പക്ഷേ അത് ബഖീലായിട്ട് അതാ ഊട്ടപ്പെട്ടു പോയ മനുഷ്യന് അത് കിട്ടൂല കേട്ടോ. ഇനി ഒന്നുകൂടി ഞാൻ പറയുന്നു, സദഖ മാത്രമല്ല, കടം കൊടുത്ത് സഹായിക്കണം. അത് വലിയൊരു സഹായമാണ്. കടം കൊടുക്കുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, ആ വകയിൽ എങ്ങനെയുണ്ട് ലാഭം കിട്ടാൻ വഴിയെന്ന് ചിന്തിക്കുന്നവരാണ് പലരും. എന്നിട്ടോ അതിന് ചില സൂത്രത്തിലുള്ള ചില കച്ചവടങ്ങൾ ഒപ്പിക്കുന്നവർ ചിലരും. അതിനെന്താ, എന്ത് മസാലയാണ് പഠിച്ചവരെ മസാല എന്ന് പറഞ്ഞുകൂടാ? മസാല ഉണ്ടാക്കല് വേറെയും. ഓ സഹോദര, അതിന് പകരം അതാ കടം കൊടുത്തു സഹായിച്ചാൽ 1000 രൂപ കടം കൊടുത്താൽ 500 സദഖ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിച്ച് കടം കൊടുക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് ആ വകയിൽ ഒരു
പൈസ ഇങ്ങോട്ട് കിട്ടാൻ എന്ന് ചിന്തിക്കുന്നതിന് പകരം അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് കടം കൊടുക്കുക. കടം വാങ്ങുന്നവരെ സൂക്ഷിച്ച് വാങ്ങിക്കുക കേട്ടോ. കടത്തോടെ മരിച്ചുപോയ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് കടം വാങ്ങിയിട്ട് കൊടുക്കാതെ ആരാണ് അവരെന്നോട് ചോദിക്കാൻ, എന്തേ അവരെന്നോട് ചോദിക്കാൻ എന്ന് ഹുങ്കിന്റെ വാക്ക് പറയുന്ന ചില മനുഷ്യന്മാരില്ലേ, അതിലും നീ പെട്ടുപോകണ്ട. ഈ റബ്ബിന്റെ കടുക്കൽ വെച്ച് കൈകടിച്ചു പോകും കേട്ടോ. ഞാൻ ചുരുക്കട്ടെ, കൊടുക്കുന്ന സമയത്തും പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം, എവിടെയും ഖുർആനിന്റെ നിർദ്ദേശം. നമ്മളൊരു തീവ്രവാദി സമൂഹമല്ല, ഭീകരവാദി സമൂഹമല്ല, എവിടെയും മിതത്വം വേണം. അതാണ് ഖുർആൻ പ്രത്യേകം പറയുന്നത്. അതേ, വആതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബിനസ് സബീലി വലാ തുബദ്ദിർ തബ്ദീറാ. സാധുക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പറയുന്നു, കൊടുക്കുമ്പോൾ നീ അനാമിതമായി കൊടുക്കരുത്. കൊടുക്കേണ്ടതിന് മാത്രമേ കൊടുക്കാവൂ.